ഈ നഗരത്തിൽ ബിസിനസ്സുകാർ നിരവധിയുണ്ട്. എന്നാൽ അതിൽ കുമാർ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അറിയാലോ, ഞാനൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് വിജയിച്ചേ പിൻവാങ്ങുകയുള്ളൂ. ആ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നു. എൻ്റെ പാർട്ട്ണർ മിടുക്കനാണ്. അദ്ദേഹം കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. ദൈവം സഹായിച്ച് ഞാൻ തുടങ്ങി വെച്ച സംരംഭങ്ങളൊന്നും മോശമായിട്ടില്ല. സർ, ഷാർജ എന്നുള്ള പാർട്ടിയെ വിളിക്കുന്നത്. ഞാൻ ഷാർജയിലേക്കുള്ള യാത്രയിലാണ്. അവരാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സൗകര്യം പോലെ തിരിച്ചു വിളിക്കാം. ഓക്കെ? What happened, sir? ഷാർജയിലെ പാർട്ടിയെ ഇനിയിപ്പോൾ കാണാനാവുമെന്ന് തോന്നുന്നില്ല. നോക്ക്. ഓ, എന്തൊരു കാലക്കേടാ. പ്രത്യേകം പൂജിച്ച മോതിരങ്ങളാ കേട്ടോ. ഏതായാലും നമുക്ക് ഹുസൈനെ മീറ്റ് ചെയ്യാം. ഈ ട്രിപ്പിൽ 3 പരിപാടികളാണ് ഉദ്ദേശിച്ചിരുന്നത്. മോളാണല്ലോ. ഓ, ഹലോ മോളു. ഡാഡി, ഇന്നെന്റെ പ്രോഗ്രാമാന്നുള്ളത് മറന്നുപോയോ? ഡാഡി ഒരു യാത്രയിലാണ് മോളു. ലെറ്റ് മീ ട്രൈ മോളു. ഈ വർഷത്തെ കലോത്സവത്തിൽ ഞാനായിരിക്കും വിന്നർ. ഇന്ന് തന്നെയാ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെങ്കിലും ഡാഡി വരണം. മമ്മി അകത്തുണ്ട്, കൊടുക്കട്ടെ? ഡാഡി എന്താ പറഞ്ഞേ? ഇന്നും വരാൻ വൈകുന്നല്ലേ? നീ വേഗം പോയി റെഡിയാക്ക്. നീ പ്രൈസ് വാങ്ങിക്കുന്നത് കാണാൻ എന്തായാലും ഡാഡി എത്തിയേക്കും. മമ്മി, മമ്മി, റെഡി ആയില്ലേ ഇതുവരെ? മക്കൾ ഒരുങ്ങിയില്ല ഇതുവരെ? ആ, ഞാൻ റെഡിയാ. ഡാഡി വിളിച്ചോ? ആ, അവള് വിളിച്ചിരുന്നു. ആ, ഇന്ന് സമ്മാനം കൊടുക്കുന്ന സമയത്തെങ്കിലും ഡാഡി എത്തിയേക്കും. ഹലോ, അപ്പോ നീ എവിടെയാ? ആ, അതെ ചേച്ചി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ പോയതാ? നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആരാ കൂടെയുള്ളത്? ഓ, അത് ശരി. എന്നാ നീ വേഗം വരൂ. ഓക്കെ, ശരി.
Chest number 019. ആൻറ്റീൻ്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടിട്ടേ പോകാവൂ. ഓക്കെ? എത്ര നാളായി കണ്ടിട്ട്? പ്രകാശ്, നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എന്നോട് എന്തിനാ അകൽച്ച? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇങ്ങോട്ടിരിക്കാം. എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല. അവൻ കഴിഞ്ഞതെല്ലാം മറന്നുപോയി. ഒരു ഉപജാപക വൃന്ദത്തിലാണ് അവനിപ്പോൾ. ഞാൻ പലപ്പോഴും ഉപദേശിച്ചു നോക്കി. ഇപ്പോൾ ഞാൻ അവൻ്റെ കണ്ണിലെ കരടായി. പറഞ്ഞിട്ടെന്താ കാര്യം? അവൻ ഉപദേശിച്ചു നോക്കിയിട്ടും ഒരു കാര്യമില്ല. ജീവിതത്തിൽ ഇത്രയും ഒറ്റപ്പെട്ടു പോയ സമയം ഉണ്ടായിട്ടില്ല. എല്ലാ സൗഭാഗ്യങ്ങളിലും ഒന്നുമില്ലാത്തവളായി ജീവിക്കുക ഞാനിന്ന്. ഞാൻ ആരോടും മനസ്സ് തുറക്കാറില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അശ്വതി പഠിക്കാൻ വളരെ മിടുക്കുകയാണെന്നറിയാലോ. കഴിഞ്ഞ വർഷം വരെ ക്ലാസ്സിലെ ടോപ്പ് സ്കോർ സ്റ്റുഡൻറ് എൻ്റെ മോളായിരുന്നു. ആതിരയ്ക്ക് പഠിപ്പിനേക്കാൾ താല്പര്യം കലാരംഗത്ത് തന്നെ. ആതിരമോൾ ജനിച്ചതിന് ശേഷം കുമാറിൻ്റെ ഈ ഉയർച്ച എന്നുള്ള വിശ്വാസത്തിൽ ഒരു പ്രത്യേക സ്നേഹവും മോളോട്. അങ്ങനെ മക്കളെ വേർതിരിച്ച് കാണരുതെന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. മുമ്പൊക്കെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. ഈയിടെയായി ഒരു പുതിയ പേഴ്സണൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിരുന്നു. ഒരു കൊച്ചു പെണ്ണ്, നമിത. ഞാൻ അതിനെ എതിർത്തതാ. അന്ന് തുടങ്ങിയതാ എന്നോടുള്ള യുദ്ധം. അവൾ എപ്പോഴും ഒരു നിഴൽ പോലെ കുമാറിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ അവിടെ കൂടുതലും ഫീമെയിൽ സ്റ്റാഫിനെയാ വെക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഡ്രൈവർ അപ്പുവാ. അപ്പു അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എനിക്ക് അറിയിച്ചു തരും. ഒരു വീട്ടിൽ രണ്ട് അപരിചിതരെ പോലെയാ ഞങ്ങളിപ്പോൾ ജീവിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എന്റെ കുട്ടികളെ ഓർത്താണ് ഞാൻ. എന്തെങ്കിലും പറയുമ്പോ എന്നോട് ദേഷ്യപ്പെടും. എക്സാമിന്റെ ടെൻഷനാണോ? എന്താ വല്ലാതിരിക്കുന്നേ? അത് ആന്റി കുറെ നാളുകൾക്ക് ശേഷം കാണുന്നല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. മമ്മി ഒന്ന് വാ. അവൾ വിളിച്ചിട്ട് ഡാഡി ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞ ടെൻഷനില്ല. ആന്റി പ്ലീസ്, ആന്റി ഒന്ന് ഡാൻസിന് അവളെ സപ്പോർട്ട് ചെയ്യണം. അവള് കുറച്ചു മുമ്പും കൂടി റിഹേഴ്സൽ ചെയ്തതാ. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? അവൾ അശ്വതി ആകെ അപ്സെറ്റാണ്. അതെ, നമുക്ക് അവളെ ഒന്ന് കൺസൾട്ട് ചെയ്യിച്ചാലോ? ഐ മീൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? എന്ത്? അവളൊരു പെൺകുട്ടിയാ? എന്താ ഇന്ദു, ഇവിടെ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായേ മതിയാവൂ. അശ്വതിയെ ഈ മൂഡിൽ നിന്നും നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അതിന് പറ്റിയ ഒരാളുണ്ട്. നോക്ക്, വൺ മിസ്റ്റർ ബാലചന്ദ്രൻ. പ്രകാശിന്റെ ഫ്രണ്ടാണ്. അയാൾ ഒരു സൈക്കാട്രിസ്റ്റ് മാത്രമല്ല, കുട്ടികളുടെ സൈക്കോളജി അറിയാവുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. നമുക്ക് അയാളെ ഒന്ന് കൺസൾട്ട് ചെയ്താലോ? ഞാനൊന്ന് പ്രകാശിനോട് സംസാരിക്കട്ടെ. എന്നാലും കുമാറിനോടൊന്ന് ആലോചിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും അവളുടെ അച്ഛനല്ലേ? ആഹാ, തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എത്രയും വേഗം നമുക്ക് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യണം. നിങ്ങളുടെ രണ്ടുപേരും കഥ പറച്ചിൽ ഇതുവരെയ്ക്കും തീർന്നില്ലേ? വാ, എണീറ്റ് പോവാം. വാ പോവാം. ലുക്ക് മിസ്റ്റർ ഹുസൈൻ, ഞാൻ ഈ നാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ വിജനമായൊരു കടൽ തീരം മാത്രമായിരുന്നു ഇവിടം. ഇരുട്ട് മൂടി കിടന്നിരുന്ന ആളനക്കമില്ലാത്തൊരു കടൽ തീരം. ഇന്ന് ഈ നാടിൻ്റെ വളർച്ച കണ്ടോ? പെട്രോ ഡോളർ തേടി എത്തിച്ചേരുന്ന ഓരോരുത്തരും
നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടോടുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയതാണ് ഞാൻ. ഈ നാടിൻ്റെ വളർച്ച ഞാൻ നേരിട്ട് കണ്ടു. എൻ്റെ ബിസിനസ് സാമ്രാജ്യം ഞാൻ കെട്ടിപ്പടുക്കുകയായിരുന്നു. ഇന്ന് വരെ എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ കൊച്ചു രാജ്യത്തിൻ്റെ വളർച്ചയോടൊപ്പം ഞാനും വളർന്നു. എൻ്റെ സംരംഭങ്ങളിൽ ലക്ഷ്യം നേടി. അതാണ് മിസ്റ്റർ കുമാർ ഞാൻ പറഞ്ഞത്. താങ്കളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഉയർച്ച നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അഭിമാനമാണ്. താങ്കളുടെ വിജയഗാഥ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം. എല്ലാ മനുഷ്യരെ പോലെ തന്നെയാണ് ഞാനും. ഈ സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ടെന്താ, അല്പം പേരും പെരുമയൊക്കെ ആവണ്ടേ അല്ലേ? യെസ് യെസ്, അതാണ് കറക്റ്റ്. കുമാർ എന്ന സാമൂഹ്യ സ്നേഹിയെ, കലാകാരനെ, ജീവകാരുണ്യ പ്രവർത്തകനെ 4 പേര് അറിയട്ടെ. ആ, അതുകൊണ്ടുകൂടിയാ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞാൻ മുന്നിട്ടിറങ്ങുന്നത്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുമാർ വെറും ഒരു കച്ചവടക്കാരൻ മാത്രമല്ലെന്ന് ജനം തിരിച്ചറിയട്ടെ. ഈ പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി ഇവിടെ മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ നിങ്ങളൊരു താരമായി മാറും. കുറച്ച് മുതൽ മുടക്കുണ്ടെങ്കിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ധാരാളം കാഴ്ചക്കാരുള്ള ചാനലാണ് നമ്മുടെ സപ്പോർട്ടിംഗ് സ്പോൺസർ. അവർ തന്നെയാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നതും അവർക്ക് ഏത് സ്പോൺസറിനെ ലഭിക്കുന്നതിനും വളരെ എളുപ്പമാണ്. ഓക്കെ, സി യു. ആ ഹുസൈൻ ഭായ്, എവിടെ വരെയായി കാര്യങ്ങൾ? കുറേ സമയമായി ഞാൻ അദ്ദേഹത്തെ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. ഹാ, ഇനി എന്താ പരിപാടി? കാര്യങ്ങളൊക്കെ സക്സസ് ആയില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, ഡൺ. നമുക്കത് മതി. ഓക്കെ ബൈ, സി യു. നിങ്ങൾ രണ്ടുപേരും വളരെ കാര്യമായി ചർച്ച ചെയ്തിരുന്നല്ലോ. എന്ത് തീരുമാനിച്ചു? അശ്വതിയെ നമ്മുടെ ബാലചന്ദ്രനുമായി ഒന്ന് കൺസൾട്ട് ചെയ്യിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു നോക്കി. ഞാനത് പറഞ്ഞപ്പം കുമാരനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അവൾ പറഞ്ഞു. അതെന്തായാലും നല്ലതാ. അത് തന്നെയല്ല, ഒരിക്കൽ അവളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു അത്രേ. അശ്വതി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ വീട്ടിൽ വെച്ചും എന്താ പറയാ, ഒരുമാതിരി സൈക്കിക്. അരുത്. നമ്മുടെ മക്കളെപ്പോലെ അവരെ നോക്കിയതാ. കുട്ടികളില്ലാത്ത വിഷമമൊന്നും ആ നാളുകളിൽ നമ്മൾ അറിഞ്ഞിരുന്നില്ല. എന്ത് ചെയ്യാനാ? അവൻ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടു തുടങ്ങിയാൽ പിന്നെ ആ മക്കളെ കാണാനുള്ള സാഹചര്യം പോലും ഇല്ലാതായിപ്പോയി. ഈയൊരവസ്ഥയിൽ അവളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതൊക്കെ മറന്നിട്ട് പ്ലീസ് നമുക്കൊന്ന് മുമ്പിട്ടിറങ്ങണം. അതെ, അവൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാതെ മാറി നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഒരാൾ അന്ധവിശ്വാസിയാവുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഓരോ അല്പന്മാരുടെ വാക്കുകൾ വിശ്വസിച്ച് തൻ്റെ ദിനചര്യകളെ വരെ മാറ്റിമറിച്ചിട്ടുള്ള ഒരാളെ എങ്ങനെ ഉൾക്കൊള്ളാനാവും? കുറേ മന്ത്രച്ചരടുകളും കല്ലുമോതിരങ്ങളും ഇതൊക്കെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനം എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടൻ. ഇന്ദു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ തമ്മിൽ സ്വരച്ചേർച്ചലല്ലായിരുന്നു അത്രേ. പഠിക്കാൻ എന്തും മിടുക്കിയായിരുന്നു ആ കുട്ടി. ഞാൻ അവളെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് കലങ്ങിപ്പോയി. പ്രകാശ്, ആ ബാലചന്ദ്രനുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യോ? ആ ജനാർദ്ദൻ ചേട്ടൻ്റെ മകൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടല്ലേ ബാലചന്ദ്രൻ ഇടപെട്ടത്. എന്നിട്ട് അത് സക്സസ് ആവുകയും ചെയ്തില്ലേ? അയാൾ മിടുക്കനാണ്. എനിക്കുറപ്പുണ്ട് അയാൾക്ക് നമ്മുടെ അശ്വതിയെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന്. നോക്കാം. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? വീട്ടുകാര്യങ്ങളിലൊന്നും
ഇടപെടുന്നില്ലെന്നൊരു പരാതി ഇനി ഞാൻ പറയില്ല. എല്ലാം ഞാൻ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് എന്റെ വിശ്വാസം. മക്കളുടെ കാര്യത്തിൽ അമ്മ മാത്രം പോരല്ലോ, അച്ഛനും കൂടി അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അതിനിപ്പോ ഇവിടെ എന്താ പറ്റിയത്? എന്താ പറ്റിയതെന്നോ? അശ്വതിയുടെ കാര്യം എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. കുമാർ അത് കേട്ട ഭാവം പോലുമില്ല. എല്ലാ വിഷയങ്ങളിലും 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടി ഇന്ന് ക്ലാസ്സിൽ ഏറ്റവും പുറകിലാ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ അവൾക്കൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ നിനക്കിവിടെ ഒഴിവു സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അത്യാവശ്യം ഒന്ന് ശ്രമിച്ചാൽ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിനക്ക് തന്നെ പറ്റും. ചെറിയ ക്ലാസ്സിലൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞു കൊടുത്തിരുന്നത്? ഞാൻ മാത്രം ട്രൈ ചെയ്താ അവൾക്കിനി മുന്നേറാൻ കഴിയും തോന്നുന്നില്ല. പഠിപ്പിൽ പിന്നോക്കം പോയത് മോളെ ആകെ അപ്സെറ്റ് ആക്കിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടൂ? മുഖവരെയൊന്നും വേണ്ട, നീ കാര്യം പറ. ഇന്ന് പ്രകാശനെയും കുടുംബത്തെയും ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് മോളുടെ അവസ്ഥ കണ്ടപ്പോ അവര് ചോദിച്ചു. പിന്നെ ട്യൂഷന് ഒരാളെ ഏർപ്പാട് ചെയ്യാമെന്നും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അത് അശ്വതിയുടെ വിഷയം. ഡാഡി, ജസ്റ്റ് 1 പോയിന്റ്. ഒരു പോയിന്റിൽ എന്റെ സമ്മാനം പോയത്. ഇവിടുന്ന് ഫസ്റ്റ് പ്രൈസ് മിസ് ചെയ്തുകൊണ്ട് മോള് വിഷമിക്കണ്ട. അടുത്ത മത്സരത്തിൽ നമുക്ക് തീർച്ചയായും 1ാം സമ്മാനം വാങ്ങിക്കണം. റിലാക്സ്. എന്നാലും ഡാഡി അവിടേക്ക് വന്നില്ലല്ലോ. ഏയ്, ഡാഡി വരാതിരുന്നല്ല മോളെ. ഞാൻ എത്ര വിളിച്ചതോ. അങ്ങനൊന്നും പറയല്ലേ. മോൾ ഡാഡിയോട് വഴക്കിടണ്ട കേട്ടോ. ഡാഡി വന്നായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയേനെ. ഡാഡിനെ ഞാൻ എത്ര വിളിച്ചതോ. ഡാഡി വല്ലാതെ ബിസി ആയതുകൊണ്ടല്ലേ മോളെ. കറിയല്ലേ. വാ. എന്നിട്ട് പോയ കാര്യങ്ങളെല്ലാം സക്സസ് ആയില്ലേ? ആ, ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് സക്സസ് ആവാതെ തിരിച്ചു വരില്ലെന്ന് ഇന്ദിലേക്ക് അറിയാവുന്നതല്ലേ. ഈ പുതിയ പ്രോജക്റ്റ് ഒന്ന് നടന്നോട്ടെ. കുമാർ ആരാണെന്ന് എല്ലാവരും തിരിച്ചറിയും. അശ്വതിയുടെ കാര്യത്തിൽ എന്ത് വേണോന്ന് ഒന്ന് ചോദിച്ചിട്ട് തീരുമാനിക്കാന്ന് കരുതിയതാ. ഡാഡി പിന്നെ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയില്ലല്ലോ. എന്താ വേണ്ടതെന്ന് ഇന്ദു തന്നെ തീരുമാനിക്കേ. അല്ലെങ്കിലും ഡാഡിക്ക് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരെ സമയമില്ലല്ലോ. എന്റെ കാര്യങ്ങൾ പറഞ്ഞ് 2 പേരും കൂടി അടി കൂടണ്ട. ഇന്ന് രാവിലെ തന്നെ ഇന്ദുവിൻ്റെ കോൾ വന്നിരുന്നു. അതുകൊണ്ടുകൂടിയാ ഇനി ലേറ്റ് ആവണ്ടെന്ന് കരുതിയത്. ഉപേക്ഷ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അത്രയും ആത്മബന്ധമുള്ളൊരു കുടുംബമാണ് അത്. താൻ പറഞ്ഞത് കേട്ടെടുത്തോളം ഈ കുമാർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണല്ലോ. ആ, ഇളയ മകളുടെ ജനനത്തോടെയാ അയാൾക്ക് ബിസിനസ്സിൽ ഉയർച്ചകൾ ഉണ്ടായത് എന്ന് അയാൾ വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴൊക്കെ ഞങ്ങൾ വഴക്കു കൂടാറുണ്ടായിരുന്നു. ഒരു സെയിൽസ്മാൻ പദവിയിലാണ് അയാളുടെ തുടക്കം. കച്ചവട കണ്ണുള്ള സൂത്രശാലിയായ കുമാറിന് ഇവിടുത്തെ മാർക്കറ്റിലെ ഉള്ളുകളികൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു. ഞാനറിയുന്ന കുമാർ ഒരു പക്ക ഫാമിലി മാൻ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു കുടുംബനാഥൻ, മിടുക്കനായൊരു ബിസിനസ്സുകാരൻ. തൊട്ടതെല്ലാം പൊന്നാക്കു എന്ന് പറയാറില്ലേ, കൈവച്ചതിലെല്ലാം നേട്ടങ്ങൾ കൊയ്ത ഒരു മനുഷ്യൻ. അയാളെ നിയന്ത്രിച്ചിരുന്നത് തട്ടിപ്പുകാരൻ്റെ ഒരു വ്യാജ സന്യാസിയായിരുന്നു. അയാൾ കൊടുത്ത മന്ത്രച്ചരടുകളിലും കല്ലുമോതിരങ്ങളിലുമൊക്കെയായി കുമാറിന് വിശ്വാസം. യു മീൻ ബ്ലാക്ക് മാജിക്? ആ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ബിസിനസ്സിൽ അയാളെ വെല്ലാൻ മറ്റാരുമില്ല. പിന്നെ ഓരോ ബിസിനസ്സുകളിലും അതത് മേഖലകളിലെ പ്രഗത്ഭരെ പാർട്ട്ണർമാരായി ചേർത്ത് തൻ്റെ സാമ്രാജ്യം അയാൾ വികസിപ്പിച്ചെടുത്തു. സത്യത്തിൽ അയാളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് അയാളുടെ ബിസിനസ് രംഗത്തെ വിജയം. പക്ഷേ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് മേൽപ്പറഞ്ഞ കല്ലുമോതിരങ്ങളും മന്ത്രച്ചിരടുകളും കൊണ്ടുപോയി എന്നർത്ഥം. അഭ്യസ്ത വിദ്യർ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ നാട്ടിലല്ലേ ഇത്തരത്തിലുള്ള എല്ലാ തട്ടിപ്പുകളും അരങ്ങേറുന്നത്? ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഇത്രയും അടുപ്പത്തിലായിരുന്ന നിങ്ങളെങ്ങനെ അകലാൻ കാരണം? അതൊരു നീണ്ട കഥയാ. കാശും സൗകര്യമൊക്കെ ആയപ്പോൾ പിന്നെ അല്പം പേരും പ്രശസ്തിയും ഒക്കെ ആവാ എന്ന് വിചാരിച്ചിട്ടാവാം ഇവിടുത്തെ സകല ഈർക്കിൽ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും സ്പോൺസറായി കുമാർ മാറിയത്.
അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാനേജരും. മാനേജർക്ക് എല്ലാറ്റിൽ നിന്നും കമ്മീഷൻ കിട്ടും. അങ്ങയുടെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു പങ്ക് ഇങ്ങനെ പുറത്തേക്കൊഴുകി. ബാലു, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അശ്വതിക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ചെല്ലുന്നത് അത് ഒരു പേഷ്യൻറ്റിനോട് പെരുമാറുന്ന പോലെ ഒന്നും അവളോട് ഇടപെടല്ലേ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. അത് പിന്നെ പ്രത്യേകം പറയണോ പ്രകാശ്? ആ കുട്ടിയുമായി ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം ഏത് രീതിയിൽ ഇടപെടണമെന്ന് തീരുമാനിക്കാം. മിസ്റ്റർ കുമാർ, നിങ്ങളെ കാണണമെങ്കിൽ ഇപ്പോൾ ഗൾഫ് വാർത്തകൾ നോക്കേണ്ട ഗതികേടിലായല്ലോ. ആഗോള സാമ്പത്തിക മാന്ദ്യമൊന്നും ബിസിനസ്സിനെ ബാധിച്ചില്ല എന്ന്, അതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും നിങ്ങൾ സോഷ്യൽ ക്ലബിൽ ഹോരാഘോരം പ്രസംഗിച്ചത് കേട്ടല്ലോ. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ബാലൻസ് ഷീറ്റ്. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചത്. 3 പതിറ്റാണ്ട് കാലം ഗൾഫിൽ കഷ്ടപ്പെട്ടതിൻ്റെ ബാക്കി പത്രമാണ് ഞാൻ ഈ ഇറക്കിയത്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായ, ഒട്ടനവധി ബിസിനസ്സിൻ്റെ പങ്കാളിയായ മിസ്റ്റർ കുമാറിന് ഇതൊന്നുമല്ലായിരിക്കും. പുറത്ത് കിടക്കുന്ന ചെക്ക് ബാങ്കിലെത്തിയാൽ പിന്നെ അറിയാമല്ലോ, 30 വർഷത്തെ എൻ്റെ സമ്പാദ്യമാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നമസ്കാരം. പ്രകാശ് അങ്കിള് വിളിച്ചിരുന്നു, സാറ് വരുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, അച്ഛനും അമ്മയൊക്കെ എവിടെ? നാഷണൽ ഡേയുടെ പരിപാടികൾ സോഷ്യൽ ക്ലബിൽ നടക്കുന്നുണ്ട്. ഓഹോ. ഡാഡിയാണ് മെയിൻ സ്പോൺസർ. സമ്മാനദാനം നടത്തുന്നതും ഡാഡി തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും വളരെ ലേറ്റ് ആവും. മമ്മി അകത്തുണ്ട്. ആ, എന്താ മോളുടെ പേര്? ആതിര. അശ്വതി അല്ലേ? സാർ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കുന്നത്? മാത്സ്, പിന്നെ അല്പം സാഹിത്യവുമുണ്ട്. ഇന്ദുലേഖ. ബാലചന്ദ്രൻ ഇവിടേക്കുണ്ടോ? ജീവിതത്തിന്റെ പരക്കമ്പാച്ചിലിനിടയിൽ ദാ ഇപ്പോ ഇവിടെയും എത്തിയിരിക്കുന്നു. എത്ര കാലങ്ങൾക്ക് ശേഷമാ നമ്മൾ കാണുന്നേ. നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോ നിങ്ങളെല്ലാവരും തറവാട് വിറ്റ് വേറെ എങ്ങോട്ട് പോയിന്നറിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 18 വർഷം. ഇന്ദു കല്യാണം കഴിഞ്ഞ ഉടനെ ഗൾഫിലേക്ക് പോകുന്നതല്ലേ. സരളേച്ചയുടെ കല്യാണത്തോടെ കുറെ കടങ്ങളായി. പിന്നെ ബിന്ദുവിന്റെ പഠിപ്പും ഒക്കെ കൂടെയായി. അപ്പോൾ തറവാട് വിറ്റു. ഇപ്പോൾ ഗുരുവായൂരിനടുത്താ താമസം. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്തു ചെയ്യാൻ, അവിടെ ചെന്ന് വീടെടുത്തതിന്റെ പിറ്റേ വർഷം അമ്മ മരിച്ചു. അപ്പോ മമ്മിയും സാറും പഴയ പരിചയക്കാരല്ലേ? ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ, കളിക്കൂട്ടുകാർ. ആട്ടെ, ബാലു എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിരുന്നോ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഇന്ദുവിനെയും ടീച്ചറമ്മയെയും കുറിച്ച് ഏറെക്കുറെ എല്ലായ്പ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ആരെ ഈ ടീച്ചറമ്മ? നിന്റെ മുത്തശ്ശിയെ ഇവര് വിളിക്കുന്ന പേരാ അത്. പ്രകാശ് ഒരു ബാലചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോ അത് ബാലുവാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അശ്വതിയുമായി എനിക്ക് വിശദമായി ഒന്ന് സംസാരിക്കണം. എനിക്ക് ഇവരുടെ സ്റ്റഡി റൂം ഒന്ന് കാണണം. ശരി, വരൂ. ഇതാണല്ലേ അപ്പോൾ ഇവരുടെ സ്റ്റഡി റൂമും ബെഡ്റൂമും? അതെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം. എന്താ? ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് ഇതുവരെ മറുപടിയൊന്നും കിട്ടിയില്ല. അതിപ്പോ പെട്ടെന്ന് ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് അനൂപ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ വർഷം നാട്ടിൽ പോയാൽ വീട്ടുകാരെ എനിക്കൊരു തീരുമാനം അറിയിക്കണം. അവരാകെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആശ്രയിച്ചാണ് കുടുംബം മുഴുവൻ കഴിയുന്നേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉടനെ വിവാഹം എന്നൊക്കെ പറഞ്ഞ സി നമിത, എൻ്റെ സ്നേഹം ആത്മാർത്ഥമായി തന്നെയാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ടാവുമെന്ന് താൻ കരുതുന്നുണ്ടോ?
നിന്റെ അച്ഛനുമായി ഞാൻ സംസാരിക്കാം. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അനൂപ് അല്പം വെയിറ്റ് ചെയ്യൂ. ഞാൻ സാറുമായി ഒന്ന് സംസാരിക്കട്ടെ. പക്ഷേ റിപ്ലൈ പോസിറ്റീവ് ആയിരിക്കണം. സാർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴൊന്നും ആരെ അറിയിക്കരുതെന്ന് കരുതിയതാ. ഞാനെങ്ങനെ അച്ഛനോട് ഇതൊക്കെ പറയാ? വേറെ എനിക്ക് ആരുമില്ല സാർ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും ഇല്ല. പ്ലീസ് സാർ, എനിക്ക് ആരുമില്ല. എന്നെ കൈവിടരുത്. മിസ്റ്റർ അനൂപ്, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരനായി മാത്രം നിങ്ങളെ എനിക്ക് കാണാൻ കഴിയില്ല. അല്ല, നമ്മുടെ എല്ലാ സ്റ്റാഫുകളും എൻ്റെ സ്വന്തം ആളുകളാ. പക്ഷേ അനൂപ്, നിങ്ങളെനിക്ക് സഹോദരനെ പോലെയാണ്. എല്ലാവരും സ്വന്തക്കാരാവുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അനൂപിനറിയാമല്ലോ. നമ്മുടെ സ്ഥാപനത്തിലൊരു പേപ്പർ ഇളകിയാൽ അതപ്പം ഞാൻ അറിയും. അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ അപ്പോൾ തരാറുണ്ടല്ലോ സാർ. അതെനിക്കറിയാം. പക്ഷേ എൻ്റെ പ്ലാനിംഗ് പ്രകാരം കാര്യങ്ങൾ നടക്കണമെങ്കിൽ അനൂപ് എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. നമിതയെ കുമാർ സാറിൻ്റെ സെക്രട്ടറിയായി നിയമിച്ചതൊഴിച്ച് അയാളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ നമിതയുടെ കാര്യത്തിൽ കുമാർ സാറിന് വേറെ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമിത, അവളൊരു പാവമാണ്. അവളുടെ അച്ഛനും പണ്ട് കുമാർ ഒന്നും അല്ലാതിരുന്ന കാലത്ത് ഇവളുടെ അച്ഛൻ ശങ്കരേട്ടൻ്റെ തണലിലാണ് കഴിഞ്ഞിരുന്നത്. ആ ഒരു കടപ്പാടിൻ്റെ പുറത്ത് നമിതയ്ക്ക് ഇവിടെ ജോലി കൊടുത്തു. പിന്നെ അക്കാര്യത്തിൽ അയാൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു. മാത്രമല്ല, ശങ്കരേട്ടൻ്റെ സ്ഥിതി ഇപ്പം ശകലം മോശമാണ്. യഥാർത്ഥത്തിൽ അങ്ങേരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് നമിതയ്ക്ക് അയാൾ ഈ ജോലി കൊടുത്തത്. അതുപോട്ടെ, നമിത എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ അനൂപിന് നമിത ഒരു പ്രശ്നമാണ്. അത് പിന്നെ സാർ, നമിതയുടെ ജോലി കളഞ്ഞ് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അനൂപ്, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവും. സാർ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു കലാകാരൻ കൂടിയാണ്. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മാത്രം കൈകളിലാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞ് തന്നെ കളിക്കണം. കുമാർ സാർ വിചാരിക്കുന്നിടത്തല്ല ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. മനസ്സിലാകണം എന്നല്ല, മനസ്സിലാക്കണം. കത്തുന്ന പുരയുടെ ഊരുന്ന കഴുക്കോൽ എന്ന പോലെ ഇതൊരു മുങ്ങുന്ന കപ്പലാടോ സാർ. അതേടോ, ഇപ്പോഴത്തെ മുഴുവൻ പ്രൊജക്റ്റുകളും നഷ്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ലാഭത്തിലല്ല എന്നർത്ഥം. പക്ഷേ ജോലിക്കാരായ നമ്മൾ ആ നഷ്ടം എന്തിനു സഹിക്കണം? മാത്രമല്ല, നമ്മൾ സുരക്ഷിതരാവുകയും വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം സാർ? നമിത വഴി അനൂപ് സാറിൻ്റെ സ്വന്തം ആളാവണം. അങ്ങനെ നിന്നിലെ കലാകാരനെ അയാൾ തിരിച്ചറിയും. പിന്നെ അറിയാമല്ലോ കുമാർ സാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നീ രക്ഷപ്പെട്ടു എന്ന് പറയാം. ബാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ എന്തു പറയുന്നു? അതേടോ, അതിലൂടെ എനിക്കും ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അച്ഛൻ 24 മണിക്കൂറും തിരക്കുള്ള ഒരു മനുഷ്യനാണ്. ഒരവധി ദിവസമെങ്കിലും ഇതുപോലൊന്ന് പുറത്തിറങ്ങി ശുദ്ധവായു കൊള്ളണം. ഓക്കെ ആട്ടെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളികൾ? യുവർ ഫേവറേറ്റ് ഗെയിംസ്? സാർ ചെസ് കളിക്കോ? ഓ, എന്റെ ഫേവറേറ്റ് ഗെയിം ചെസ് ആണ്. പിന്നെ ഷട്ടിൽ. എനിക്ക് വീഡിയോ ഗെയിംസ് ഇഷ്ടാ. ഓ റിയലി? പിന്നെ ഹോബീസ്, പെയിന്റിങ്സ്, കാർട്ടൂൺ നെറ്റ്വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പുതിയൊരു കളിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാ. മതി. അല്ല മോളെ, എവിടുന്ന് കിട്ടി പഴഞ്ച സാധനത്തിനൊക്കെ?
പഠിപ്പിൽ ശരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ തനിക്ക് ട്യൂഷൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. സാർ, ഞങ്ങളുടെ ഡ്രൈവർ അപ്പോങ്കൽ പറയുക സാറൊരു പഴഞ്ചനാണെന്ന്. ഞാനൊരു പഴഞ്ചൻ മനുഷ്യനാ, പക്ഷെ ഇവൻ താങ്കൾ കൂടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അശ്വതിയെ തിരികെ കൊണ്ടുവരാം. പഴയ പോലെ ശരി. അവൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരി, ഞാൻ കാണുന്നുണ്ട്. ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ, നല്ല പാർട്ടിയാ. പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര വെയിറ്റ് ചെയ്തു? അയ്യോ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. എന്തായാലും ഞാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ശരി, ഓക്കെ. ബൈ. കാര്യങ്ങൾ ഏകദേശം ഒരു രൂപമായല്ലോ. എൻ്റെ ഓഫീസിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ആളല്ല അനൂപ്. ഇയാൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഒരു ഫാഷൻ ഡിസൈനറായ ഇയാൾ നമ്മുടെ സംരംഭത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. സി മിസ് കത്രീന. ഷീ ഈസ് ദ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഓഫ് അവർ ന്യൂ പ്രോജക്റ്റ് നൊസ്റ്റാൾജിയ ഫാഷൻ ഡിസൈനേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും കോർപ്പറേഷൻ ഉണ്ടായാൽ നമ്മളിവിടെ വിജയിച്ചിരിക്കും. ഓക്കെ, സി യു ലേറ്റർ. ക്യാരി ഓൺ. ഓരോ നീക്കവും കരുതലോടെ ആയിരിക്കണം. എന്നാൽ ഞാൻ കാട്ടിത്തന്ന കൊത്തൻ കല്ലുകളിയല്ലേ, അതിങ്ങനല്ല. ഓരോ കല്ല് വീതം കൊത്തിയെടുക്കുക, സുരുക്കൂട്ടി വെക്കുക, പിന്നീട് എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് സ്വന്തമാക്കുക. അശ്വതിയുടെ അച്ഛനെ പോലെ. ഗുഡ്. ചേച്ചി, മമ്മി താഴെ വീണ് കിടക്കുന്നു. പ്ലീസ് ഹെൽപ്പ്, വേഗം വാ. മമ്മി, മമ്മി, കണ്ണു തുറക്ക്. മമ്മി, എനിക്ക് എല്ലാ സുഖസൗഭാഗ്യങ്ങളും നിറഞ്ഞ് ആർഭാടമായ ജീവിതം. പുറമേ നിന്ന് കാണുന്നവർക്കെന്താ, അരുമകളായ 2 മക്കൾ, അവർക്ക് നല്ല വിദ്യാഭ്യാസം, ഹൈ സൊസൈറ്റി ക്ലബ്ബുകളിൽ എല്ലാ വീക്കെൻഡിലും പാർട്ടി, എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, പ്രമുഖരുമായുള്ള കൂട്ടുകെട്ട്, പരോപകാരി, ദാനശീലൻ. പറഞ്ഞിട്ടെന്താ, ഭാര്യയും മക്കളും തീ തിന്ന് തീർക്കുകയാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അച്യുതിയുമായി ഒന്ന് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുകൂടി കരുതിയിട്ടാ ഇന്ദുവിനോട് ഇതെല്ലാം ഞാൻ അന്വേഷിച്ചത്. ഏതായാലും പ്രകാശിനോട് ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാ പ്രകാശും ഭാര്യയും. അവർക്ക് പോലും എന്റെ ഈ അവസ്ഥ അറിയില്ല. പുറം ലോകവുമായുള്ള ബന്ധങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ തന്നെ അവസാനിപ്പിച്ചത്. ഡ്രൈവർ അപ്പു മാത്രമേ എനിക്കൊരു ബന്ധുവായുള്ളൂ. അവനാ ഓഫീസ് കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുന്നു. ഇതൊക്കെ തന്നെയാ ഇന്ദുവിന് പറ്റിയ പാളിച്ചകൾ. കുമാറിനെ കുറിച്ച് അപ്പു പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായി കൊള്ളണമെന്നില്ല. 18 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഇന്ദു പരിപൂർണമായി കുമാറിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ബാലു എന്തുകൊണ്ടാണ് കുമാറിനെ ന്യായീകരിക്കുന്നതെന്ന് അറിയില്ല. പല കാര്യങ്ങളിലും എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോട്ടെ, എന്റെ മോളോട് പോലും കുമാർ അന്യനെ പോലെയാ പെരുമാറുന്നേ. അതെ, മോളുടെ കാര്യത്തിലേക്ക് തന്നെയാണ് ഞാനും വരുന്നത്. അച്ഛനിൽ നിന്നും വേണ്ടതായ പരിഗണന കിട്ടാതിരുന്നത് കൊണ്ടല്ല അവൾ അങ്ങനെ ആയി പോയത്. മറിച്ച് മാതാപിതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാനസികമായ അകൽച്ചയും അവൾക്കൊരു ആഘാതമുണ്ടാക്കി.
നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും ഉയർന്ന ചിന്താശക്തിയുള്ള, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള, ബുദ്ധിമതിയായ ഒരു കുട്ടിയാണ് അശ്വതി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും ബെഡ്റൂമിന് പുറത്തേക്ക് നീളരുതായിരുന്നു. ഓരോ മക്കൾക്കും മാതൃകയാകേണ്ടത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അവരനുകരിക്കുന്നതും അച്ഛനമ്മമാരെ തന്നെയാണ്. അമ്മയാണെല്ലാം. ഐ മീൻ ആസ് എ ടീച്ചർ, ആസ് എ മോഡൽ ഫോർ എവറിത്തിങ്. എന്താണ് മാഡം, ഉറങ്ങിയില്ലേ ഇതുവരെ? ശ്രീമതി ഇന്ദുലേഖ അറിഞ്ഞില്ലെന്ന് പറയരുത്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നു. നൊസ്റ്റാൾജിയ ഫാഷൻ ഡിസൈനേഴ്സ്. ഈയിടെയായി പലതിലും അടിപതറി വീഴുക. എന്തോ സമയദോഷം. അതിനിടയ്ക്കാണ് തൻ്റെ പഴയ കളിക്കൂട്ടുകാരൻ എത്തിപ്പെട്ടത്. ഗതകാല സ്മരണകളിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ. അതാണ് എനിക്കിഷ്ടമായത്. നൊസ്റ്റാൾജിയ അതാണ് ക്ലിക്കായതും. ഗൃഹാതുരത്വം ഗൾഫിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത് അത് തന്നെയാണ്. ഗൃഹാതുര സ്മരണകളില ഓരോ പ്രവാസിയും ജീവിക്കുന്നത്. മോളെ ആതിരെ, എന്താ മക്കളെയൊക്കെ നീ നേരത്തെ എടുത്തി ഉറക്കിയോ? കുറച്ചു കാലമായിട്ട് നീ മക്കളോടൊപ്പം അല്ലേ? ഇന്ന് വാ, എന്നോടൊപ്പം വാ. ഇന്നെനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈയിടെ മക്കളെ ഒന്നും വേണ്ട വിധത്തിൽ ഗവനിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അവരെ വിളിക്കുക, ഞാനൊന്ന് കാണട്ടെ അവരൊക്കെ. നിങ്ങൾ എനിക്ക് ഭയമാണ്. എന്റെ മക്കൾ വളർന്നു. മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളെ കാമുകിമാരായി കൊണ്ടു നടക്കുന്ന നിങ്ങൾ എനിക്ക് വെറുപ്പാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് കേറരുത്. അവരുടെ ഡാഡി ഒരു വൃത്തികെട്ടവനാണെന്ന് അവരറിയരുത്. പോ. ഇന്നുവരെ നേട്ടങ്ങൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇപ്പോ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സമൂഹത്തിൽ എനിക്ക് ലഭിച്ച അന്തസ്സും ബഹുമാനവും ഒക്കെ ഒന്നും വെറുതെ അല്ല, കുറെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ എന്റെ കുടുംബം എനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയാൽ ഒന്നിനും വെച്ചെങ്കിലേ ഞാൻ. മോളു, മോളു, മോളെ ആതിരെ, മോളെ ഡാഡിയെ വിളിക്കുന്നത്. വാതിലുറക്ക. എനിക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, കഴിഞ്ഞ കുറേ നാളുകളായുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഓ, അതിനെന്താ, എനിക്കറിയാവുന്നത് ഞാൻ പറയാം. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് നേരിൽ കാണാമെന്ന് വിചാരിച്ചു. ഹലോ, അതെ, പറയും മോളെ. മോളൊരു കാര്യം ചെയ്യേ, അമ്മയെ അനിയത്തേക്ക് ഒന്ന് ആശ്വസിപ്പിക്കേ. ഇല്ല, ഞാൻ പോകുന്നുണ്ട്, അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. ഡോണ്ട് വറി, വിഷമിക്കണമെന്നേ, എല്ലാം ശരിയാവും. ഞാൻ പോട്ടെ, അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു ഇപ്പോൾ. ഓക്കെ, ശരി, കാണാം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാ. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ. എനിക്ക് അദ്ദേഹത്തെ ഇപ്പം തന്നെ പോയി കണ്ടേ മതിയാവും. ഡ്രൈവർ. നമ്പ്യാർ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. സർ, പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. നേരിട്ട് കാണാനും ശ്രമിച്ചിരുന്നു. ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമ്പ്യാർ കാര്യം പറയൂ. നാഷണൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നിവയടക്കം 6 ബാങ്കുകളിലാണ് നമ്മുടെ അക്കൗണ്ട് ഉള്ളത്.
എല്ലായിടത്തുനിന്നും ലോണും ഉണ്ട്. നമ്മുടെ ലോൺ ഡീലിംഗ് ഒക്കെ നമ്മൾ മുമ്പ് കൃത്യമായി നടത്തിയിരുന്നു. എന്നാൽ ഈയിടെ എന്തുണ്ടായി? സർ, ബാങ്കുകളിൽ റീപേയ്മെന്റ് ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഞാനിതൊക്കെ GM മിസ്റ്റർ പ്രവീണിനെ സമയാസമയങ്ങളിൽ അറിയിച്ചിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിൽ വീഴ്ച വന്നത്? നമ്മുടെ പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ നമ്മുടെ സ്റ്റേജ് ഷോ സ്പോൺസർഷിപ്പ്, ഇതെല്ലാം മിസ്റ്റർ പ്രവീൺ മാത്രമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അറിയില്ല സർ, പണം എവിടെ പോയെന്ന്. എന്നിട്ട് പ്രവീൺ എവിടെ? അയാളെ കാണാൻ പോലുമില്ലല്ലോ. അതെ സർ, ഞാനും 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ഞാൻ നേരത്തെ പ്രവീണിനെ ഏൽപ്പിച്ചിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്പ്യാർ? ബാങ്കുകളുമായുള്ള ഇടപാടുകൾ മുഴുവനും നേരത്തെ തന്നെ തീർത്തേ പറ്റൂ. ഇത് തന്നെ വലിയൊരു എമൗണ്ട് ഉണ്ടാകുമല്ലേ? തിരിച്ചടയ്ക്കുക മാത്രമല്ല സർ, മറ്റ് നിയമ നടപടികൾ കൂടി നേരിടേണ്ടി വരും. ബാങ്കിൽ നിന്നൊരു മൂവ്മെന്റ് ഉണ്ടായാൽ നാണക്കേടാകും. ഇതാ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ബാലൻസ് ഷീറ്റ്. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചത്. പുറത്ത് കിടക്കുന്ന ചെക്ക് ബാങ്കിലെത്തിയാൽ പിന്നെ അറിയാമല്ലോ, 30 വർഷത്തെ എൻ്റെ സമ്പാദ്യമാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അവർ തന്നെയാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നതും അവർക്ക് ഏത് സ്പോൺസറിനെ ലഭിക്കുന്നതിനും വളരെ എളുപ്പമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും കൈവരാൻ ഇത് സൂക്ഷിച്ചു വെക്കുക. ഹലോ മിസ്റ്റർ കുമാർ. ഹലോ സ്വാമി, എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണമല്ലോ നിങ്ങളെ. എവിടെയുണ്ട്? ഞാനല്പം തിരക്കിലാണ്. എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ? ഹലോ ഹലോ ഹലോ. കുമാർ, 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊപ്പം ചേരുമ്പോൾ കണ്ടിരുന്ന കുമാർ എന്ന വ്യക്തിയല്ല ഇപ്പോൾ. ഒരുപാട് മാറി. ഒരുപാട് കഠിനാധ്വാനം ചെയ്തല്ലേ കുമാർ ഇന്നത്തെ ഈ നിലയിലെത്തിയത്. നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ പേർ ഇവിടെ ഉള്ളപ്പോൾ എന്താ ഒരു വീണ്ടും വിചാരമില്ലാതെ? ആത്മാർത്ഥയില്ലാത്ത ഈ ലോകം ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നോടൊപ്പം ഉള്ളവർ എല്ലാവരും എന്നെ കാലുവാരി. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എല്ലാവർക്കും എൻ്റെ പണമായിരുന്നു വലുത്. നിങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സഹായിച്ച ഒട്ടനവധി പേർ ഇവിടെയുണ്ട്. തിരിച്ചൊരാളിൽ നിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. എന്നാലും നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരും, ആരെങ്കിലും ഒരാൾ. അതിജീവനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ പ്രവാസഭൂമിയിലെത്തിയത്. മാത്രമല്ല, ഇനിയും സമയം വൈകിട്ടില്ല. ജീവിതത്തിൻ്റെ പരിപുരത്ത ഇടവഴിയോരങ്ങളിൽ ചിലപ്പോൾ നന്മയുടെ പൂക്കൾ വിരിയാറുണ്ട്.
ഇടപെടാൻ അറിയില്ല. സോറി സോറി സോറി. എനിക്ക് ഭയമാണ്. കിടക്ക് പുറത്ത്. This is Miss Katrina. She is business development manager of our new project. Business development manager of our new project. Business development manager of our project. Development manager. Okay. Okay. See you later. See you later. Carry on. Carry on. ആഗോള മാധ്യമത്തിൽ ഒന്നുകൂടെ പറയാം. പോയി കുമാർ എന്ന സാമൂഹ്യ സ്നേഹിയെ കുമാർ എന്ന സാമൂഹിക ദ്രോഹി കൊല്ലൂല്ലേ